ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ 220ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യവർണ്ണനകളുടെ ധ്യാനത്തിൻ്റെ 2ാം ഭാഗമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ 3 ഭാഗ്യവർണ്ണനകൾ നാം ധ്യാനിച്ചത് ഓർക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. 4-ാമത്തെ ഭാഗ്യവർണ്ണന വാക്യം 6. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. വിശപ്പ്, ദാഹം എന്ന വാക്കുകൾ ഒരുവന് നിയന്ത്രിക്കാനാവാത്ത ഒരവസ്ഥയെ അഥവാ ഒരു ആഗ്രഹത്തെ, അതുമല്ലെങ്കിൽ ഒരു കൊതിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ അതിനെ നീതിക്ക് വേണ്ടിയുള്ള അന്തരംഗം കത്തുന്ന ഒരുതരം അഭിവാഞ്ച എന്ന് പറയാം. ആദ്യത്തെ 3 ഭാഗ്യവർണ്ണനകളെ അപേക്ഷിച്ച് യേശു ബാഹ്യമായ ഒരു അവലോകനത്തിൽ നിന്നും ആന്തരികമായ ഒരു പരിവർത്തന അനുഭവത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാം. വിശപ്പും ദാഹവും അത് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരനുഭവമാണ്. കാരണം ഇവിടെ പറയുന്നത്, കൃത്യമായി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അല്പം താമസിക്കുമ്പോഴുണ്ടാകുന്ന വിശപ്പ് എന്ന തോന്നലോ, സ്ഥിരമായി ലഭിക്കുന്ന പാനീയം ഒരല്പം താമസിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ദാഹം എന്ന തോന്നലോ അല്ല. പകരം അവ രണ്ടും ഉടനെ ലഭിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും എന്ന് തോന്നുന്ന തീവ്രമായ ഒരു അനുഭവത്തെയാണ്. ഭക്ഷണവും വെള്ളവും ഒരാളിൻ്റെ നിലനിൽപ്പിന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണോ, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതുപോലെ തന്നെ അത്യന്താപേക്ഷിതമായ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ത്വരയെ പറ്റിയാണ് യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വേദപുസ്തകം മുഴുവൻ എടുത്തു പറയുന്ന ഒരു വാക്കാണ് നീതി എന്നത്. നീതി എന്ന വാക്ക് പ്രസംഗിക്കാൻ മാത്രമുള്ള ഒരാശയമല്ല, മറിച്ച് പ്രവർത്തിച്ച് കാണിക്കാനുള്ള ഒരു അനുഭവമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ മുഴുവൻ അനീതിയുടെ ബലിയാടുകളായി ജീവിച്ച ഒരു ജനതയോടാണ് കർത്താവ് ഈ വചനം ഘോഷിക്കുന്നത് എന്നോർക്കണം. മിസ്രയീമിൻ്റെ കരാള ഹസ്തത്തിൻ കീഴിൽ അടിമകളാക്കപ്പെട്ടു പോയ ഒരു സമൂഹം. അവരനുഭവിച്ച ദുര്യോഗങ്ങളുടെ വിവരണം വേദപുസ്തകത്താളുകളിൽ പലവരു പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും വിമോചിക്കപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ആ ജനത്തോട് നീതിപൂർവകമായി എങ്ങനെ ജീവിക്കണമെന്ന് വേദപുസ്തകം വ്യക്തമായി നിർദ്ദേശിക്കുന്നുമുണ്ട്. എന്നിട്ടും അന്യായം കാണിച്ച ജനനേതാക്കളെയും ജനത്തെയും കാലാകാലങ്ങളിൽ ദൈവം അയച്ച പ്രവാചകന്മാരിലൂടെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ക്ഷമിക്കാവതല്ലാത്ത അനീതി കിട്ടിയ ദാവീദ് രാജാവിനോട് ആ മനുഷ്യൻ നീ തന്നെ എന്നാക്രോശിച്ച നാഥാൻ പ്രവാചകനും, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രഖ്യാപിച്ച ആമോസ് പ്രവാചകനുമൊക്കെ ഉദാഹരണങ്ങളാണ്. യേശുവിൻ്റെ മുന്നോടിയായി വന്ന് പാലസ്തീൻ പ്രദേശങ്ങളെ പ്രക്ഷുബ്ധമാക്കിയ യോഹന്നാൻ സ്നാപകനും മറ്റൊന്നല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നീതി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണെന്നും അത് ദൈവമക്കളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന സ്വഭാവ വിശേഷമാണ് എന്നും യേശു തൻ്റെ അനുയായികളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മാനദണ്ഡം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അംഗീകരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് കാണാൻ വാഞ്ചിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്.
ഇത് യേശു പറയുമ്പോഴുള്ള രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ സാഹചര്യം ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദേശ ശക്തികളുടെ അടിമത്വത്തിന് കീഴിൽ സമസ്ത മേഖലകളിലും അനീതി അനുഭവിച്ച് വിടുതലിനായി കാത്തിരുന്ന ഒരു സമൂഹത്തോടാണ് യേശു ഇത് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നീതി എന്ന വാക്ക് എല്ലാ രംഗങ്ങളിലും കുഴിച്ചിടപ്പെട്ടു പോയി എന്ന നിരാശാജനകമായ അവസ്ഥയാണ് നാം കാണുന്നത്. ഞാനിത് തയ്യാറാക്കുന്നത് ഒരു ഓണക്കാലത്തായതുകൊണ്ട് പറയട്ടെ. മഹാബലി എന്ന നീതിമാൻ്റെ പ്രതീകത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന അനുഭവമാണ് എല്ലായിടത്തും എന്നതാണ് വസ്തുത. രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ നിത്യേന നാം കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്നമായ അനീതി നമ്മളിൽ ഒരുപാട് പേരെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. അതിലേറെയായി നീതിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രഘോഷകരും പ്രയോക്താക്കളുമാകേണ്ട സഭകളിൽ നടമാടുന്ന അനീതി എത്രയോ സങ്കടകരമാണ്. അവ കണ്ടും അനുഭവിച്ചും മനസ്സ് തകർന്ന് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുള്ള സമൂഹമാണ് നമ്മുടേത് എന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നാം മടുത്തു പോകരുത് എന്നാണ് ഈ അനുഗ്രഹ വചനം നമ്മോട് പറയുന്നത്. നീതിക്ക് വേണ്ടി, അതായത് ദൈവത്തിൻ്റെ മാനദണ്ഡം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അംഗീകരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവത്തിന് വേണ്ടി പൂർണ്ണമായ വിശപ്പ്, ദാഹാനുഭവങ്ങളോടെ കാത്തിരുന്നാൽ അവർക്ക് തൃപ്തി വരുമെന്ന പ്രത്യാശ നിർഭരമായ വാഗ്ദത്തമാണ് യേശു ഇവിടെ നൽകുന്നത്. വിവിധ വിധത്തിൽ അനീതിയുടെ ബലിയാടുകളായിട്ടുള്ളവർക്കും മറ്റുള്ളവർ അനുഭവിക്കുന്ന അനീതി കണ്ട് ഹൃദയം നുറുങ്ങുന്നവർക്കും പ്രത്യാശ നൽകുന്ന ഒരു വാഗ്ദത്തമാണത്. മടുത്തു പോകാതെ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവുമുള്ളവരായി ജാഗ്രതയോടെ ഇരിക്കാം. അങ്ങനെയുള്ളവർക്ക് തൃപ്തി വരുമെന്ന് യേശു പ്രഖ്യാപിക്കുകയാണിവിടെ. 5ാമത്തെ ഭാഗ്യവർണ്ണന, വാക്യം 7. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നത് യഹോവയായ ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ വിശേഷമാണ് കരുണ എന്നതാണ്. അറ്റുപോകാത്ത കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം. യെരുശലേമിൻ്റെ നാശത്തെ ഓർത്ത് വിലപിക്കുന്ന യിരെമ്യാ പ്രവാചകൻ അതിനിടയിലും ദൈവത്തിൻ്റെ ദയയെയും കരുണയെയും കുറിച്ച് പറയുന്ന മനോഹരങ്ങളായ ചില വാചകങ്ങൾ വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. വിലാപങ്ങൾ 3:22-23 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമെന്നാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 2:4. നമുക്ക് അർഹതയില്ലാതിരുന്നിട്ടും ദൈവം നമ്മോട് കരുണ കാണിച്ചു എന്നതിനാൽ നാം മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കരുണയും അതേ അർത്ഥത്തിൽ തന്നെയാണ്. അതായത് നാം കരുണ കാണിക്കേണ്ടത് ഒരു തരത്തിലും അത് അർഹിക്കുകയോ അവകാശപ്പെടുകയോ ചെയ്യുവാൻ അർഹതയില്ലാത്തവരോടാണ്. ആത്യന്തികമായി ഒരാൾ ദയാതൽപരനായിരിക്കുക എന്നതാണ് ദൈവം ഒരുവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന മീഖാ പ്രവാചകന്റെ പ്രഖ്യാപനം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. മീഖ 6:8. കരുണ കാണിക്കുക എന്നത് ഒരു നിർദ്ദേശമല്ല, അതൊരാജ്ഞയാണ്, അഥവാ ശാസനയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശിഷ്യന്മാരോടുള്ള കർത്താവിൻ്റെ ആജ്ഞ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. ലൂക്കോസ് 6:36. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർക്ക് പ്രതിഫലമായി കരുണ ലഭിക്കുമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന്. സദൃശ്യവാക്യങ്ങൾ 11:25. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹ ശരിക്കും ഒരു മുന്നറിയിപ്പ് നമ്മൾക്ക് നൽകുന്നുണ്ട്. യാക്കോബ് 2:13.
യുദ്ധവും വൈരവും ഭിന്നതയും കൊടികുത്തി വാഴുന്ന ഈ കാലത്ത് കരുണാസമ്പന്നനായ കർത്താവിൻ്റെ അനുയായികളായ നമുക്ക് കരുണയുള്ളവരാകാം. ആറാമത്തെ ഭാഗ്യവർണ്ണന, വാക്യം 8, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മെ തന്നെ സ്വയശോധന ചെയ്യാൻ നമ്മെ ശരിക്കും വെല്ലുവിളിക്കുന്ന ഒന്നാണ് ആറാമത്തെ ഭാഗ്യവർണ്ണന എന്നാണ് എൻ്റെ വിചാരം. അല്പം പോലും കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത, കരടില്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒന്ന്. ഇവിടെ പ്രധാനമായും ബാഹ്യമായ എന്തെങ്കിലും പ്രത്യേകമായ വേഷഭൂഷാദികളെക്കുറിച്ചല്ല, പ്രത്യുത ആന്തരിക വിശുദ്ധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് വ്യക്തം. ദൈവത്തെ ദർശിക്കുന്നതിനോ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിനോ ഉള്ള പ്രാഥമിക ഉപാധി ഹൃദയവിശുദ്ധിയാണ് എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. 15, 23 സങ്കീർത്തനങ്ങളിൽ ഈ ആശയം വ്യക്തമായി പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് 24-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ എന്നാണ്. വിശുദ്ധ വേദപുസ്തകം ഏറ്റവും ശക്തമായി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധി എന്നത്. ലേവ്യാപുസ്തകം 11-ാം അധ്യായം 44-45 വാക്യങ്ങളിലൂടെ ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ മോശയിലൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. വാക്യം 44, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. വാക്യം 45, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. വിശുദ്ധി എന്നത് ബാഹ്യമായ എന്തോ പ്രകടനമാണ് എന്ന് ധരിച്ച് വേഷഭൂഷാദികളിലൂടെ തങ്ങൾ വിശുദ്ധരാണ് എന്ന് കാണിക്കാനുള്ളൊരു പ്രവണത പൊതുവെ ഇന്ന് കാണാറുണ്ട്. ലേവ്യാപുസ്തകം വിശുദ്ധി എന്ന വിഷയത്തെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ബാഹ്യമായ എന്തോ പ്രകടനമല്ല, പ്രത്യുത ആന്തരിക വിശുദ്ധിയാണ് അർത്ഥമാക്കുന്നത്. ലേവ്യാപുസ്തകം 11-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അതുകൂടാതെ 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ വീണ്ടും പറയുന്നു, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. 20-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. 26-ാം വാക്യം വീണ്ടും പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വേദപുസ്തക എഴുത്തുകാരെല്ലാം ഈ വിഷയം വളരെ കാര്യഗൗരവമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ ലേവ്യാപുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പ്രബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 1 പത്രോസ് 1:15-16. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ പ്രബോധിപ്പിക്കുന്നത്, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ്. 1 കൊരിന്ത്യർ 7:1. ഈ അനുഗ്രഹ വചനത്തിൽ യേശു കർത്താവ് പറയുന്നത് ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുക എന്നാണ്. നാം എന്ത് കാണുന്നു എന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന്. എങ്ങനെ ദൈവത്തോട് അടുക്കാൻ കഴിയും? യാക്കോബ് തുടരുകയാണ്, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ,
ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. യാക്കോബ് 4:8. ഹൃദയവിശുദ്ധി ഇല്ലാതെ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് മുന്നറിയിപ്പ് തന്നാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. വെളിപ്പാട് 21:27. ഏഴാമത്തെ ഭാഗ്യവർണ്ണന വാക്യം 9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സാധാരണയായി യഹൂദർ പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോൾ പറയുന്നത് ഷാലോം അലൈക്കും എന്നാണ്. അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന്. ഷാലോം എന്ന ഹീബ്രു വാക്ക് സമഗ്ര സമാധാനത്തെ കുറിക്കുന്നൊരു വാക്കാണ്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലും സമാധാന അനുഭവമായിരിക്കട്ടെ എന്ന ഒരു അനുഗ്രഹ വചനമാണത്. എന്നാൽ ഈ ഭാഗ്യവർണ്ണനയിൽ യേശു കർത്താവ് പറയുന്നത് സമാധാനം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചോ സമാധാനം ആശംസിക്കുന്നതിനെക്കുറിച്ചോ അല്ല, പ്രത്യുത സമാധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ്. സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നാം ഇടപെടുന്ന നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വ്യക്തം. ലോകം മുഴുവൻ അസമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആരെയും ഒന്നിനെയും പേരെടുത്ത് പറയാതെ ഞാൻ സൂചിപ്പിക്കട്ടെ, പരസ്പരം പോരടിക്കുന്ന എത്രയോ രാജ്യങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. യുദ്ധക്കെടുതികൾക്കിരയായി കൊന്നൊടുക്കപ്പെടുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും അഭയാർത്ഥികളാക്കപ്പെടുന്നവരുമായി എത്രയോ മനുഷ്യരെയാണ് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പോരടിക്കുന്ന എത്രയോ മതങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. മതവും ജാതി ചിന്തകളും ഇത്രമാത്രം ജനങ്ങളെ തമ്മിൽ അകറ്റിയ ഒരു ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. പരസ്പരം പോരടിക്കുന്ന എത്രയോ പ്രത്യയശാസ്ത്രങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. പരസ്പരം പോരടിക്കുന്ന എത്രയോ മനുഷ്യരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഇതെല്ലാം സമാധാനം ഇല്ലാതാക്കാൻ കാരണക്കാരാവുന്ന രാജ്യങ്ങളെക്കുറിച്ചും പ്രസ്ഥാനങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യർക്കായി ജനതകൾ കൊതിക്കുകയാണ്. ദൈവത്തോടും മറ്റുള്ളവരോടും സമാധാനമായിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് ഈ അനുഗ്രഹവചനം നമ്മോട് പറയുന്നത്. പൗലോസ് തൻ്റെ മിക്ക ലേഖനങ്ങളും അവസാനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ മറുവശം സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ പിശാചിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് പറയേണ്ടി വരുമെന്നാണ്. വാസ്തവത്തിൽ സഭയിലും സമൂഹത്തിലും ചില മനുഷ്യർ അസമാധാനവും അസ്വസ്ഥതയും ഉണ്ടാക്കുവാനായി മാത്രം ജനിച്ചവരാണോ എന്ന് തോന്നിപ്പോകും. വിഷലിപ്തമായ മനസ്സുമായി തങ്ങളുടെ വർത്തമാനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ള മനുഷ്യരെ വേദനിപ്പിക്കുകയും സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന മനുഷ്യർ പിശാചിൻ്റെ സന്തതികൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ, നാം ഇടപെടുന്ന പൊതു ഇടങ്ങളിൽ, നാം വസിക്കുന്ന നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിൽ നാം സമാധാനം ഉണ്ടാക്കുന്നവരാണോ എന്ന് ആത്മശോധന ചെയ്യാം. 8ാമത്തെ ഭാഗ്യവർണ്ണന വാക്യം 10. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 11, 12 വാക്യങ്ങൾ ഇതിൻ്റെ ഒരു വിശദീകരണമാണ് എന്ന് പറയാം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. യേശു കർത്താവിൻ്റെ അനുഗ്രഹ വചനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ സുതാര്യതയും ലാളിത്യവുമാണ്. നീതിയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും പീഡിപ്പിക്കപ്പെടുമെന്ന്
ഒട്ടും മറച്ചു വയ്ക്കാതെ കർത്താവ് വ്യക്തമാക്കുകയാണിവിടെ. ആദിമ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡനങ്ങൾ വിവരണാതീതങ്ങളാണ് എന്ന് നമുക്കറിയാം. അന്ന് മാത്രമല്ല, യേശു കർത്താവ് പ്രഖ്യാപിക്കുന്ന അനുഗ്രഹ വചനങ്ങൾ സാധാരണയായി സ്വമേധയാ സ്വീകരിക്കുന്ന ഒരു ലോകമല്ല ഇന്നത്തെ ലോകമെന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ശത്രുതയും ഉപദ്രവവും നേരിടേണ്ടി വരുമെന്ന് തീർച്ചയാണ്. പത്രോസ് ഈ ആശയം വിശദീകരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന പത്രോസ് 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. തുടർന്ന് പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത്. 1 പത്രോസ് 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാഗ്യവർണ്ണനകളെക്കുറിച്ചും ലളിതമായ ഒരു ധ്യാനം പൂർത്തിയാക്കിയതിനാൽ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത് വളരെ ലളിതവും എന്നാൽ അതിശക്തമായ ഒരു ആഹ്വാനത്തോടെയാണ്. മത്തായി 7:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീണു പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഇത് ഗിരിപ്രഭാഷണത്തിന് ആകമാനമുള്ള ഒരു ഉപസംഹാരമാണെങ്കിലും ഇവിടെ ബിയാറ്റിറ്റ്യൂഡ്സ് അവസാനിപ്പിക്കുമ്പോൾ അതൊന്ന് പരാമർശിക്കുന്നത് യുക്തമാണ് എന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ ഉദ്ധരിച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, വിവേകശൂന്യരാകാതെ നമുക്ക് ബുദ്ധിയുള്ളവരാകാം. വീണുപോയാൽ വീഴ്ച വലിയതായിരിക്കും എന്ന് നമുക്ക് ഓർക്കാം. ഗിരിപ്രഭാഷണത്തിലെ ബാക്കി ഭാഗം ഇനി വരുന്ന എപ്പിസോഡുകളിൽ ധ്യാനിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പി തോമസ് അച്ഛൻ.